എൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, വിശിഷ്യ ഇന്ന് രാത്രിയിൽ ഈ ബുധനാഴ്ച ഈ മഹായോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ഏറെ ആദരിക്കുന്ന പാസ്റ്റർ തോമസ് എബ്രഹാം, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കൗൺസിലിന് എക്സിക്യൂട്ടീവായി പ്രവർത്തിച്ചുകൊണ്ട് ആ തലത്തിൽ ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ ആദരണീയരായ പാസ്റ്റർ ജേക്കബ് ജോൺ, പാസ്റ്റർ കെ സി ജോൺ, പാസ്റ്റർ ബേബി വർഗീസ്, സാം ജോർജ്, ജോൺ ജോസഫ് ആദിയായ ദൈവഭൃത്യന്മാർ, കേരള സ്റ്റേറ്റിൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ ദൈവഭൃത്യന്മാർ, ഞാൻ ഏറെ ആദരിക്കുന്ന നിരവധി കർത്തൃദാസന്മാർ, എന്നെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച അനുഗ്രഹീതരായ പിതാക്കന്മാർ, എനിക്ക് എന്തുകൊണ്ടും തികച്ചും കടപ്പെട്ട നിരവധി ദൈവഭൃത്യന്മാരുടെ സാന്നിധ്യം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാനിന്ന് രാത്രിയിൽ ഈ ദൈവവചനവുമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഈ വേദിയിലേക്ക് ആത്മീയ ശുശ്രൂഷയിൽ എനിക്ക് പ്രോത്സാഹനവും കൈത്താങ്ങലും നൽകിയ, എനിക്ക് മറക്കുവാൻ കഴിയാത്ത എൻ്റെ ജീവിതം കൊണ്ട് നിരവധി കടപ്പാടുകൾ എനിക്കുള്ള പാസ്റ്റർ ടി.എസ്. എബ്രഹാം അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ഞാൻ ജ്യേഷ്ഠ സഹോദര തുല്യം ആദരിക്കുന്ന പാസ്റ്റർ വത്സൻ എബ്രഹാം ഈ വേദിയിലുണ്ട്. മറ്റ് ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, വിശിഷ്യ റാന്നിയിൽ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന് നേതൃത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ എന്നെന്നും ആദരിക്കുന്ന, ഞങ്ങൾ പിതൃതുല്യം സ്നേഹിക്കുന്ന, ശരീരത്തിൽ വളരെ ബലഹീനനെങ്കിലും ഇന്ന് രാത്രിയിൽ വളരെ പ്രതീക്ഷയോടെ ശാരീരികമായ ബലഹീനതകൾ സഹിച്ചുകൊണ്ട് നമ്മുടെ ഇതിലായിരിക്കുന്ന ടി.സി. ഈശോ അവരുകൾ, അദ്ദേഹത്തിൻ്റെ ശാരീരിക ബലഹീനതകൾ കൊണ്ട് കുറച്ച് നാൾ കൂടെ ആരോഗ്യത്തോടെ തുടരുമോ എന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. എങ്കിൽ തന്നെയും ഇന്ന് രാത്രിയിലും ഈ ജനറൽ കൺവെൻഷനിൽ കർത്താവിൻ്റെ ദാസനെ ദൈവം ആരോഗ്യത്തോടെ കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതരായ കർത്തൃദാസന്മാരിലൂടെ ശക്തമായ ദൈവാലോചനകൾ ഇന്ന് രാത്രി നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് ബഹുമാനനായ കർത്തൃദാസൻ വിൽസൺ ജോസഫ് വളരെ ശക്തമായ ആത്മനിറവിൽ ഒരു ദൂത് നമ്മോട് സംസാരിച്ചു. ക്രിസ്തുവിൽ ഞാൻ ജ്യേഷ്ഠ സഹോദര തുല്യം ആദരിക്കുന്ന പാസ്റ്റർ ഷിബു നെടുവേലിൽ പരിശുദ്ധാത്മ സ്പർശനത്തോടെ നമ്മുടെ മധ്യത്തിൽ ദൈവാത്മാവിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. ഈ ഒടുവിലത്തെ മിനിറ്റിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വ്യക്തിപരമായി സംസാരിപ്പാൻ നമുക്ക് ദൈവത്തോട് ആത്മാവിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന അകം തിളയ്ക്കുന്ന ആരാധനയുടെ നന്ദി പ്രകടനമാണ് സ്തോത്രയാഗം. ജീവൻ പ്രാപിച്ച ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ വാ പൂട്ടി മൗനമായിരിക്കാൻ കഴിയുകയില്ല. ആരാധന ഒരാരവമല്ല, ആരാധന അകം കത്തുന്ന ദൈവമക്കളുടെ ദൈവത്തോടുള്ള പ്രതികരണമാണ്. ഇന്ന് രാത്രി ഈ യോഗം പിരിയുന്നതിന് മുൻപ് കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ള യേശുവിൻ്റെ കരം ചില വ്യക്തികളെ തൊടും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഉയരുന്ന രാത്രിയാകണം. മനുഷ്യവർഗത്തിന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയത് ആത്മരക്ഷയാണെങ്കിൽ, ആത്മരക്ഷ പ്രാപിച്ച ദൈവമക്കളിൽ നിന്ന് സ്വർഗം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയതാണ് ആരാധന. അതുകൊണ്ട് ഇന്ന് രാത്രിയെ പദവി പ്രാപിച്ച ദൈവമക്കളിൽ നിന്നും സ്തോത്രസ്വരത്തിൻ്റെ ശബ്ദം ദൈവത്തിങ്കിലേക്ക് ഉയരുന്ന രാത്രിയായി രാത്രി തീരണം. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നെവിരെ നിർത്തുന്ന, ദൈവത്തെ നമ്മുടെ മുൻപിൽ മുഖാമുഖമായി നിർത്തുന്ന ഏക ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനമാണ്. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നുകൂടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം ജീവിത പ്രമാണമാക്കി ഏറ്റുവാങ്ങിയ ഒരു ദൈവ പൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിനക്കൊരിക്കലും വഴിതെറ്റുകയില്ല. നിന്നെ വഴിതെറ്റിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. നീ എത്തേണ്ടിടത്ത് എത്തുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യപ്രകാശം ഈ വചനത്തിൽ നിന്ന് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. ഈ വചനം സാധാരണ ശക്തിയല്ല, ഈ വചനം ജീവൻ്റെ ബലമാണ്. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ ഊരിവെട്ടാൻ ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന പടവാളാണ് ദൈവത്തിൻ്റെ വചനം എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വചനത്താൽ ജീവൻ പ്രാപിക്കുകയാണ്. ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കർത്താവിന് സ്തോത്രം ഷിബു നെടുവേലിൽ ഓർപ്പിച്ചതുപോലെ കൈവയ്ക്കാതെ തന്നെ ഈ രാത്രിയിൽ വ്യക്തികളെ സൗഖ്യമാക്കാൻ യേശുവിൻ്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുപാദാന്തികം എന്ന ജീവചരിത്ര സംക്ഷേപത്തിൽ സാധു സുന്ദരസിംഗ് ഓർപ്പിക്കുന്നത് പോലെ തൻ്റെ യാത്രയിൽ ട്രെയിനിൽ ഒരു സീറ്റിലിരിക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ കയ്യിലെ മകുണ്ടലം കൊണ്ട്, താടി കൊണ്ട്, ഭസ്മക്കുറി കൊണ്ട്, കെട്ടുകൊണ്ട് മന്ത്രവാദി എന്ന് തോന്നിക്കുന്ന ഒരു കാവ്യ വസ്ത്രധാരി തട്ടടുത്ത് വന്നിരിക്കുന്നു.
അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കെട്ട സീറ്റിൽ വെച്ചിട്ട് ഈ കോമൺ കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അല്പ മിനിറ്റുകൾ വണ്ടി മുൻപോട്ട് നീങ്ങിക്കഴിഞ്ഞ് അയാൾ ചാടി അകത്തോട്ട് കയറി വന്നു. അകത്ത് കയറി വന്നപ്പോൾ ഈ കെട്ടെടുത്ത് നിലത്ത് വെച്ചിട്ട് മറ്റൊരാൾ അവിടെ ഇരിക്കുന്നു. എന്തടേ താൻ ഈ കാണിക്കുന്നേ? എൻ്റെ കെട്ടെടുത്ത് നിലത്ത് വെച്ചിട്ട് തന്നോട് ഇവിടെ ഇരിക്കാൻ ആര് പറഞ്ഞു? ഇത് എൻ്റെ സീറ്റല്ലേ എന്ന് പറഞ്ഞ് ആക്രോശിക്കുമ്പോൾ, ഇത് കോമൺ കമ്പാർട്ട്മെൻ്റാണ്, തനിക്ക് എങ്ങനെ ഇത് റിസർവ് ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ പ്രതികരിക്കുന്ന വേളയിൽ പാണ്ടക്കെട്ടഴിച്ച് അതിൽ നിന്നൊരു താളിയോലയെടുത്ത് അതിലൂടെ എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ട് ഈ ചെറുപ്പക്കാരന് നേരെ വിരൽ ചൂണ്ടുകയാണ്. പെട്ടെന്ന് ഇയാൾ മോഹാത്സ്യപ്പെട്ട് തറയിൽ വീഴുന്നു. ഇയാളുടെ മൂക്കിലൂടെ ചോര വരുന്നു. ഈ സമയത്ത് സുന്ദര സിംഗ് ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരനെ താഴെ ഇടാൻ ഉപയോഗിച്ച ശക്തി കൊണ്ട് എന്നെ താഴെ ഇടാൻ കഴിയുമോ? ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രം ചൊല്ലുന്നതിനിടയിൽ സ്വന്തം മൂക്ക് തപ്പിപ്പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളൊരു ദിവ്യനാണ്, നിങ്ങളുടെ പോക്കറ്റിൽ ഒരു പേപ്പർ കഷണം കിടക്കുന്നു, അതിൽ ശക്തി വ്യാപരിക്കുന്നു, എൻ്റെ ശക്തിക്ക് നിങ്ങളെ ഏശാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി എന്താ പറഞ്ഞെന്നറിയാമോ? സുവിശേഷം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ പ്രതി കീറിപ്പോയത് മടക്കി പോക്കറ്റിലിട്ടപ്പോൾ പോക്കറ്റിൽ കിടന്ന പേപ്പർ കഷണത്തിൽ ശക്തി വ്യാപരിക്കുന്നെന്ന് മന്ത്രവാദി പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഇവിടെ മുഴങ്ങുന്ന വചനത്തിനും ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് ഈ യോഗം പിരിയുന്നതിന് മുൻപ് ഇവിടെ വെളിപ്പെടുത്താൻ യേശുവിൻ്റെ കരം മേഘം പോലെ ഇതിന് മീതെ മൂടി നിൽക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ കെട്ടി വാപൂട്ടി മൗനമായിട്ടല്ല ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഗ്രൗണ്ടിനോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ആത്മപ്രവാഹത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ വരുത്തുകയാണ്. ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് ദൈവാത്മാവിൻ്റെ വിശേഷ നിയോഗത്തിൻ്റെ ഭാഗമാണ്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എന്ന തലക്കെട്ടിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ആത്മനടത്തിപ്പ്, ആത്മനിയോഗം എന്ന വിഷയമാണ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന, എനിക്ക് നിയോഗം ലഭിച്ചിരിക്കുന്ന ഭാഗം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ വിശുദ്ധ തിരുവഴുത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വേദഭാഗത്തേക്ക് വരാം. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ ശാന്തമായി നിർത്തി വായിച്ച് സഹായിക്കുക. പ്രവർത്തികളുടെ പുസ്തകം 16-ന്റെ 6-7 വാക്യങ്ങൾ. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്ഗയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്ഗയിലും ഗലാത്യ ദേശങ്ങളിലും കൂടെ സഞ്ചരിച്ച് മുസ്യയിൽ എത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഒരു നിമിഷം കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമോ? എല്ലാ നാവുകളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തെങ്കിലേക്ക് ഉയരട്ടെ. എല്ലാ അഭിഷിക്തന്മാരുടെ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച അഭിഷിക്തന്മാരും ഒരുപോലെ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗി ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവർ സൗഖ്യം പ്രാപിക്കുന്ന രാത്രിയാകണം. യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങാത്ത ഒരാൾ ഞങ്ങളുടെ ജനറൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഹൃദയത്തിൻ്റെ അൾത്താരയിലേക്ക് യേശുവിനെ ഏറ്റെടുക്കുന്ന രാത്രി മാറണം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ ചില അത്ഭുത പ്രവർത്തികൾ ഇന്ന് രാത്രി ഇവിടെ നടക്കേണ്ടതിന്, പരിശുദ്ധാത്മാവ് രാത്രിയുടെ ക്രിയയുടെ വെളിപ്പെടുത്തുന്ന രാത്രിയായി തീരേണ്ടതിന്, ദൈവപ്രവർത്തിക്കായി ഈ രാത്രിയിൽ ഈ ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച കരങ്ങളിൽ കൈമാറുന്നു. അങ്ങേ പ്രതിനിധീകരിപ്പാൻ തിരുവെഴുത്തുകളെ ജനത്തിന് മുൻപിൽ പങ്കുവയ്ക്കുവാൻ കൃപ തന്നാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഉണർവിൻ്റെ ഉത്ഭവ ചരിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിമഹത്തായ ഭാഗമാണ് പ്രവർത്തികളുടെ പുസ്തകം. വളച്ചുകെട്ടില്ലാത്ത, പാർശ്വവൽക്കരണമില്ലാത്ത, സത്യസന്ധമായ സഭയുടെ 38 വർഷത്തെ ചരിത്രരേഖയാണ് പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ സംഘം നേതാവിനെ റോമൻ ഗവൺമെന്റ് തൂക്കിക്കൊന്ന, യേശുവിനെ ക്രൂശിച്ചു കൊന്ന, ട്രഷറർ കെട്ടിഞ്ഞാൻ ആത്മഹത്യ ചെയ്ത
ട്രഷറി കാലിയായ യൂദാക്കിട്ട് ഞാൻ ആത്മഹത്യ ചെയ്ത 11 പേരുടെ ഒരു അഗതി സംഘം, ഒരു ചെറിയ യഹൂദ സംഘം അധികം താമസിക്കാതെ ചക്രവാളം വലം ചുറ്റി ലോക ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയായി ഉയരാൻ കാരണം ശാസ്ത്രിമാരുടെ എഴുത്തുകോലല്ല അവരെ വലുതാക്കിയത്, ഗമാലിയേലിന്റെ പാദപീഠമല്ല അവരെ വലുതാക്കിയത്, ന്യായശാസ്ത്രിമാരുടെ ബുദ്ധിപരമായ നീക്കമല്ല അവരെ വലുതാക്കിയത്, പുരോഹിതന്മാരുടെ പുറങ്കുപ്പായമല്ല അവരെ വലുതാക്കിയത്, ദേവാലയവും അൾത്താരയും മണിയും മണവും മണിയടിയുമല്ല അവരെ വലുതാക്കിയത്. അവരിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ശക്തമായി ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ അല്പം ചരിത്രം എൻ്റെ ശ്രോതാക്കൾ ഗ്രഹിക്കണം. ലോക ചരിത്രത്തിലെ ആദിമകുല കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്നാമത്തെ സംഭവം AD 70 യെരൂശലേം ദൈവാലയ തകർച്ചയാണ്. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ ജെറുസലേം ദൈവാലയം AD 70 ടൈറ്റസിന്റെ ആക്രമണത്തിൽ അഗ്നിക്കിരയാക്കപ്പെടുന്ന സംഭവം AD 70 നിർണായകമായൊരു നാഴികക്കല്ലായ സംഭവമാണ്. AD 67 നടന്ന അതിഭീകരമായ പീഡയോട് ബന്ധപ്പെട്ട് പൗലോസിൻ്റെയും പത്രോസിൻ്റെയും രക്തസാക്ഷി മരണം, പൗലോസിൻ്റെ രക്തസാക്ഷി മരണം AD 67 സംഭവിച്ചതാണ്. AD 64 സഭാചരിത്രത്തിൽ ചോരപ്പാടുകൾ വീഴ്ത്തിയ ഏറ്റവും ക്രൂരനും നീചനും മനുഷ്യത്വരഹിതനുമായ സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ട് കൊന്ന, സ്വന്തം ഭാര്യയെ സ്വന്തം കൈകൊണ്ട് കൊന്ന മനുഷ്യൻ്റെ മരണവെപ്രാളം കാണുമ്പോൾ, ജീവന് വേണ്ടി ആളുകൾ പിടയ്ക്കുന്നത് കാണുമ്പോൾ അതിൽ നിന്നും ഒരു വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരു തികഞ്ഞ മാനസിക രോഗിയായ വിശുദ്ധന്മാർ അക്ഷരാർത്ഥത്തിൽ തെരുവ് വിളക്കുകളായും ഉദ്യാന ദീപങ്ങളായും എരിഞ്ഞമർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിടച്ചിലിനിടയിലൂടെ വിവസ്ത്രനായി കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് മ്ലേച്ഛമായി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദുഷ്ടനും നീചനും മനോരോഗിയുമായ നീറോ, അയാളുടെ ഭരണം, അയാളുടെ ക്രൂരമായ ക്രൈസ്തവ പീഡനം അത് AD 64 AD 64 നീറോയുടെ ക്രൈസ്തവ പീഡനമോ AD 67 ധന്യനായ പൗലോസ്ലീഹയുടെ രക്തസാക്ഷിത്വമോ AD 70 യെരൂശലേം ദൈവാലയ വിനാശമോ ഒരു വാക്കിൽ പോലും പരാമർശിക്കാതെ പെട്ടെന്ന് പ്രവൃത്തികളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം ഉപസംഹരിപ്പാൻ കാരണം എന്താണ്? ഒറ്റ വാക്കിൽ പറയാം, AD 64 മുൻപ് പ്രവൃത്തികളുടെ പുസ്തകം എഴുതി അവസാനിപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ക്രൈസ്തവ സഭ അന്ന് അറിയപ്പെട്ട ഭൂസീമകളോളം എത്തിക്കഴിഞ്ഞു. എന്തിനേറെ നാം കാലൂന്നി നിൽക്കുന്ന ഈ മണ്ണിലൂടെ അറിയപ്പെട്ട സഭാചരിത്രരേഖ വിശ്വാസ്യമെങ്കിൽ അപ്പോഴേക്കും സഭ കടന്നുപോയി കഴിഞ്ഞു. അന്ന് അറിയപ്പെട്ട 3 ഭൂഖണ്ഡങ്ങളെ വരുതിക്കുള്ളിലാക്കി, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക 3 ഭൂഖണ്ഡങ്ങളെ വരുതിക്കുള്ളിലാക്കി 39 പട്ടണങ്ങളിലും 30-ലധികം ദ്വീപുകളിലും അടിച്ചുയർന്നൊരു കൊടുങ്കാറ്റ് പോലെ സുവിശേഷത്തിന്റെ ദീപശിഖ ഉയർത്താൻ അവരിൽ വ്യാപരിച്ച ദൈവശക്തി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്ന നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ തുടങ്ങുന്നത് ലോക ചരിത്രം കണ്ടിട്ടില്ലെന്നോർക്കണം. ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചാൽ നിന്നെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് മാത്രമല്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ തുടങ്ങുന്ന ലോക ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല. ഈ അനുഗ്രഹിതനായ ധന്യനായ പൗലോസ്ലീഹ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ നിന്നെ നിറയ്ക്കാൻ കഴിയുന്ന ദൈവാത്മാവിൻ്റെ വ്യാപാരം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുവരെ കാണാത്ത നിലയിൽ 11 സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന് അവരെ തീക്കട്ടകളാക്കി മാറ്റിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ നിറയ്ക്കാൻ ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. 11 പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി 3000 പേരെ ജലസ്നാനത്തിലേക്ക് നടത്താൻ അവരിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു തളർവാദ രോഗിയുടെ ശരീരത്തിലേക്ക് ദൈവശക്തി പകർന്ന് അവനെ കുതിച്ചെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇരുന്ന ഇടം കുലുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ബലത്തോടെ ശക്തിയോടെ അന്തരീക്ഷം ചലിപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യ സഭീറമാർക്ക് ശവക്കുഴി വെട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കത്തക്ക വിധം വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, ധന്യനായ കർത്തൃദാസൻ സ്തേഫാനോസിനെ ധൈര്യത്തോടെ
ക്രിസ്തുവിലൂടെ മരണത്തെ അഭിമുഖീകരിപ്പാൻ ആദ്യ ചരിത്രത്തിന്റെ രക്തസാക്ഷിയായി എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ്, അവന്റെ ചോരയ്ക്കകത്തു നിന്നും ചരിത്രം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വാഗ്മിയായ ധന്യനായ പൗലോസ്ലീഹയെ എഴുന്നേൽപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിർത്തിയ ദൈവത്തിന്റെ ആത്മാവ്, ഇരുട്ടിന്റെ ശക്തികൾ പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ പത്രോസിനെ കാരാഗ്രഹത്തിനകത്തു നിന്നും പുറത്തു കൊണ്ടുവരത്തക്ക വിധത്തിൽ ബലത്തോടെ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവ്, ദൈവജനത്തിനെതിരെ കരമുയർത്തിയ ഹേറോദേസിനെ അടിച്ച് കൃമിക്കിരയാക്കത്തക്ക വിധം ദൂതനെ വിടത്തക്ക നിലയിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് വിലക്കിയ ദൈവത്തിന്റെ ആത്മാവ്, ബിഥുന്യയ്ക്ക് കടന്നു പോകാൻ സമ്മതിക്കാഞ്ഞ ദൈവത്തിന്റെ ആത്മാവ്, ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ആരാധന ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരാഗ്രഹത്തിന്റെ അടിത്തറ പിടിച്ചു കുലുക്കിക്കൊണ്ട് ദൈവജനത്തെ കാരാഗ്രഹത്തിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ ആത്മാവ്, ഇന്ന് രാത്രി കുമ്പനാട് ജനറൽ കൺവെൻഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ നിന്റെ വിഷയങ്ങളുടെ വിടുതൽ പകരാൻ മാത്രമല്ല, നിനക്ക് നിയോഗം പകരാൻ, നീ കടന്നു പോകാത്ത മേഖലകളിലേക്ക് ഇന്ന് രാത്രി നിന്നെ കൈപിടിച്ച് നടത്താൻ മേഘം പോലെ മൂടിയിറങ്ങുന്ന ദൈവത്തിന്റെ തേജസ് ഇവിടെ വ്യാപരിക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. ഈ രാത്രി സാധാരണ രാത്രിയല്ല. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, പത്മോസിൽ ഇറങ്ങിയ ദൈവപുത്രന്റെ കരം, ദമസ്കോസിന്റെ പടിവാതിക്കൽ ചലിച്ചിറങ്ങിയവന്റെ കരം വിശ്വസിക്കുന്ന നിന്നോട് സംസാരിക്കുന്നു. നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വൈതരണികളുടെ നടുവിൽ വഴിയേതെന്ന് വ്യക്തമായി തെളിയിച്ചു തരാൻ നിയോഗം നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തനായ ദൈവത്തിന്റെ ആത്മാവ് ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പൗലോസിനെ വിലക്കുകയാണ്. പൗലോസിനെ വിലക്കിയെന്ന് മാത്രമല്ല, അവർ ബിഥുന്യയ്ക്ക് തിരിയാൻ തുടങ്ങിയപ്പോൾ കടന്നു പോകരുത് എന്ന് ശക്തമായി വിലക്കേർപ്പെടുത്തുകയാണ്. അന്തരാത്മാവിലിരുന്നു കൊണ്ട് ചുവട് വയ്ക്കാൻ തുടങ്ങുന്ന വിഷയം നിയോഗമല്ലെങ്കിൽ അതിനെ വിലക്കുന്നത് അനുഭവിച്ചറിയുന്ന ദൈവപുത്രന്റെ സാന്നിധ്യത്തിൽ അന്തർക്കരണത്തിലെ ദൈവശബ്ദം കേൾക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഒരു കർത്തൃദാസൻ യേശുയുടെ പടിഞ്ഞാറേ തീരത്തേക്ക് യാത്ര ചെയ്യാൻ കൊതിക്കുന്നു. ദൈവാത്മാവ് പറഞ്ഞു, അരുത്, ഞാൻ നിന്നെ വിലക്കുന്നു. അപ്പോൾ തന്നെ ബിഥുന്യയ്ക്ക് തിരിയാൻ കൊതിക്കുന്നു. അപ്പോൾ ദൈവാത്മാവ് സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ അപ്പസ്തോലിക സഭയുടെ വിജയത്തിന്റെ അടിത്തറ 67-ാമത്തെ പുസ്തകമായ ഭരണഘടനയല്ല, അധികാരികളുടെ നേതൃത്വ ശക്തിയല്ല, അന്തരാത്മാവിൽ നൽകിയ നിയോഗമാണ്. അദൃശ്യ ശിരസ്സായ ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന സംഘമായിരുന്നു ഇത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും എല്ലാറ്റിനും മീതെ അവനെ തലയാക്കി എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ ദൃശ്യമായൊരു ശരീരം ഇരിക്കുന്നു, അദൃശ്യമായൊരു ശിരസ് ഉയരത്തിൽ നിൽക്കുന്നു. ഇന്ന് രാത്രി അത് ആത്മാവിൽ കാണുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ദൃശ്യമായ ഒരു ശരീരം ഇവിടെ ഇരിക്കുന്നു, അദൃശ്യമായൊരു ശിരസ് ഉയരത്തിൽ നിൽക്കുന്നു. അദൃശ്യമായ ശിരസിന്റെ നിർദ്ദേശമില്ലാതെ ദൃശ്യമായ ശരീരത്തിന് ചലിക്കാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിഞ്ഞ അഭിഷിക്തന്മാർ തങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ നേരത്ത് ഹിഡൻ അജണ്ടയിൽ ഒരുമിച്ച് കൂടുന്ന ഒരുപറ്റം രാഷ്ട്രീയക്കാരെ പിന്നിൽ നിർത്തിയല്ല, പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കിയിട്ട് അടുത്ത ചുവട് എവിടെ വയ്ക്കണമെന്ന് നിയോഗം ചോദിച്ചാണെങ്കിൽ ഇന്നു രാത്രിയിലും ഈ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ നാൽക്കവലകളിൽ എടുക്കേണ്ട തീരുമാനങ്ങൾക്ക് മുൻപിൽ നിന്നോട് ഇടപെടേണ്ട ദൈവശബ്ദം ഇന്ന് രാത്രിയും മുഴങ്ങുന്നു. ശ്രദ്ധിക്കൂ, പാപത്തിന്റെ കർണമെഴുക നിന്റെ ചെവിക്കുള്ളിൽ കട്ട പിടിച്ചിട്ട് ദൈവശബ്ദത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞുകൊണ്ടാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ കുഞ്ഞേ, അധികം താമസിക്കാതെ സകല അജണ്ടകളെയും തകർത്തുകൊണ്ട് കാറ്റു വിതച്ചു നീ കൊടുങ്കാറ്റ് കൊയ്യും. എന്നാൽ സകലതും പ്രതികൂലമാണെങ്കിലും നിയോഗ ആലോചന ഏറ്റെടുത്താണ് നീ ചുവട് വയ്ക്കുന്നതെങ്കിൽ നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഇരുട്ടിന്റെ കോട്ടകളെ തകർത്ത് അന്ധകാരത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചു മാറ്റി ഇതുവരെ കാണാത്ത അഭിഷേകത്തോടെ നിന്നെ ഉയർത്താൻ കഴിവുള്ള നിയോഗം ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ആസിയിൽ പ്രസംഗിക്കരുതെന്ന് വിലക്കി, ബിഥുന്യയ്ക്ക് കടന്നു പോകരുതെന്ന് പറഞ്ഞു. എന്താ കാര്യം?
അപ്പൊ വിലക്കാൻ കഴിയുന്ന ആത്മാവും അത് കേൾക്കാൻ കഴിയുന്ന ഒരു സമൂഹവും അന്നുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ദൈവനിയോഗം തിരിച്ചറിയാൻ അബ്രഹാം എടുത്ത വഴി എന്താ? സ്വന്തം മകൻ ഇസഹാക്കിന് ഭാര്യയെ വേണം. എലിയാസറിനോട് യഹൂദ്യ നിയമപ്രകാരം തുടയിൻ കീഴിൽ കൈവച്ച് സത്യം ചെയ്യിച്ചിട്ട് കിണറ്റിൻകരയിലേക്ക് പോകുന്ന രംഗം. അവിടെ നിന്നവൻ ദൈവത്തോട് ഒരടയാളം ചോദിക്കുന്നു. കൃത്യമായി ആ അടയാളം അവിടെ സംഭവിക്കുന്നു. അടയാളം ദൈവനിയോഗം തിരിച്ചറിയാൻ, ദൈവഹിതം തിരിച്ചറിയാൻ പ്രേരണ നൽകി. നമുക്കറിയാം, മഹാപുരോഹിതന് ദൈവഹിതം അറിയണം. എന്താ വഴി? ഊറിയും തുമ്മിയും രത്നക്കല്ലുകളുണ്ട്. കേൾവി ശക്തിയുണ്ടെങ്കിൽ ദൈവഹിതം അതിലൂടെ തിരിച്ചറിയാം. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ കൂടാരത്തിന്റെ കുറ്റി പറിക്കണോ? സമയമായോ? ദൈവഹിതം അറിയണം. എന്താ വഴി? മേഘം പൊങ്ങുന്നത് നോക്കിയാൽ മതി. കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോഴറിയാം കുറ്റി പറിക്കേണ്ട സമയമായോ എന്ന്. ഗിദെയോന് ദൈവഹിതം അറിയണം. ഗിദെയോന് ദൈവഹിതം അറിയണം. എന്നെ ശരിക്കും നിയോഗിച്ചിട്ടുണ്ടോ? തുകലെടുത്ത് നിലത്ത് വിരിക്കൂ. ചുറ്റുപാടും ഉണങ്ങും, തുകൽ നനയും. ചുറ്റുപാടും അതെ നനയും, തുകൽ ഉണങ്ങും. ദൈവഹിതം ഈ അടയാളത്തോടെ അറിയാം. തൂങ്ങിച്ചത്ത യൂദയുടെ സ്ഥാനത്തേക്ക് ഒരാളെ വേണം. ചീട്ടിടൂ. ദൈവഹിതം അറിയാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇടാൻ ചീട്ട് നിന്റെ കൈകളിലില്ല, വിരിക്കാൻ തുകൽ നിന്റെ കൈകളിലില്ല, കാണാൻ മേഘം നിന്റെ മുൻപിലില്ല, സംസാരിക്കാൻ ഊറിയും തുമ്മിയും രത്നക്കല്ലുകൾ നിന്റെ മുൻപിലില്ല, അടയാളം ചോദിക്കാൻ പ്രത്യേക നിയോഗവുമില്ല. പിന്നെ എങ്ങനെ ജീവിതത്തിന്റെ ഈ നാൽക്കവലയിൽ നീ ദൈവഹിതം അറിയും? കൊടും മുഴക്കത്തോടെ സെഹിയോൻ മാളികമുറിയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശവകുടീരത്തിനപ്പുറം വരെ നിന്നെ കൊണ്ടുപോകാനുള്ള ദൈവശക്തി പകർന്ന് നിന്റെ അകത്ത് വസിക്കുന്നുണ്ട്. അകത്ത് വസിക്കുന്ന ദൈവാത്മാവിന്റെ നിയോഗം തിരിച്ചറിയുന്ന അഭിഷിക്തന്മാർ, അത് ചന്തസ്ഥലത്തു നിന്നാലും, അത് ടൗണിൽ നിന്നാലും, അത് വഴിവക്കിൽ നിന്നാലും അകത്ത് തിരിച്ചറിയാം ഇത് ദൈവശബ്ദമാണ്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ദൈവനിയോഗം അങ്ങനെ ഏറ്റെടുത്തിരുന്നെങ്കിൽ അല്ല, ഇന്ന് പൗലോസും ശീലാസും ആസ്യക്ക് പോകുന്നു, പത്രോസും കൂട്ടരും ആസ്യ വെട്ടിപ്പിടിക്കാൻ വരഞ്ഞു കയറുന്നു. രണ്ടിൻ്റെ പ്രശ്നം നേതാക്കന്മാർ കൈകാര്യം ചെയ്ത് മടുക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഇതിന് നടുവിൽ ദൈവനിയോഗം അറിഞ്ഞ ഒരാളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് ഇടപെടുകയാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രി ചോദിക്കുന്നു, ഒരു സംവേദനക്ഷമത അനുഭവിച്ചറിയുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്ന കാപ്പിപ്പാത്രത്തിലോട്ട് കൈ പിടിച്ചപ്പോൾ ഒട്ടും പൊള്ളുന്നില്ല, കൈ കുടുന്നിട്ടുണ്ട്, എനിക്ക് പൊള്ളലേ ഏറ്റിട്ടില്ല എന്ന് നീ പറയുമ്പോൾ ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ലിത്. സെല്ലുകൾ മരിക്കുന്ന കുഷ്ഠം നിന്നെ ബാധിച്ചു കഴിഞ്ഞു. ശിരസ്സുമായിട്ടുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ട അഭിഷിക്ത, നിന്റെ ഉള്ളിൽ നടന്ന ആത്മീയ മരണം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ രാത്രി ഗുരുതരാവസ്ഥ നിന്റെ കൺമുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ തോളിൽ തട്ടി ദൂത് പറയുന്നു. കേൾക്കാൻ ദൈവശബ്ദത്തിന് ചെവിയോർക്കുമെങ്കിൽ ഇടപെടാനുള്ള ദൈവാലോചന ഇന്ന് രാത്രിയും മുഴങ്ങുന്നു. അരുത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, അവർ ആത്മനിയോഗത്താൽ യാത്ര ചെയ്യുകയാണ്. അവിടെ നിന്ന് ദൈവാത്മാവിൻ്റെ നിയോഗം ഏറ്റെടുത്തു. ദൈവാത്മാവ് പറഞ്ഞു, യൂറോപ്പിന്റെ മണ്ണിലേക്ക് സുവിശേഷത്തിന്റെ കൊടി ഉയരത്തക്ക വിധം യൂറോപ്പിന്റെ മേഖലയിൽ നിന്നും ഒരാൾ ഞങ്ങളെ സഹായിപ്പീൻ എന്ന് വിളിക്കുന്ന ശബ്ദത്തിന് മുൻപിൽ, ദർശനത്തിന്റെ നിയോഗത്തിന് മുൻപിൽ പൗലോസും സംഘവും ഫിലിപ്പിയിലേക്ക് പോകുന്നു. ഫിലിപ്പിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ പുഴവക്കത്തെ പ്രഭാഷണത്തിൽ ലുദിയയുടെ മാനസാന്തരം. എന്നാൽ അതിനുശേഷം അവിടെ സംഭവിച്ച രംഗം നാം മനസ്സിലാക്കുമ്പോൾ ഒരു പെൺകുട്ടി പുറകെ വന്ന് പുകഴ്ത്തിപ്പറയുകയാണ്. ഒന്നുകിൽ നക്കിക്കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ഇത് സാത്താൻ്റെ തന്ത്രമാണെന്ന് ഓർക്കണം. തലോടി തലച്ചോറ് തകർക്കുക എന്ന പതിരില്ലാത്ത പഴഞ്ചൊല്ല് പോലെ നിന്നെ പലതും തലോടാൻ ശ്രമിക്കുമ്പോൾ അവൻ തലച്ചോറെടുക്കാനാണ് അടുക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിനെ പ്രശംസിക്കില്ല, അതിനെ ശാസിക്കും. പറയുന്ന കാര്യം നല്ലതാണെങ്കിലും പറയാൻ പ്രേരിപ്പിച്ച ആത്മാവേതാണെന്ന് കാണാൻ വിവേചനവരം പ്രാപിച്ച പൗലോസിനെ പോലെ പലതും നല്ലതാണെങ്കിലും ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ആത്മാവേതാണെന്ന് കാണാൻ വിവേചനവരം പ്രാപിച്ച അഭിഷിക്തന്മാരെ ഈ തലമുറയ്ക്ക് ആവശ്യമുണ്ട്.
അവിടെ ഒരു പ്രത്യേക ചരിത്രം ഗ്രഹിക്കേണ്ടതുണ്ട്. കേവലം ഈ പെൺകുട്ടി സാധാരണ പെൺകുട്ടിയല്ല. ചരിത്രം വിലയിരുത്തി പഠിച്ചാൽ പെർസിസ് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിലെ ഭാവി പറയുന്ന ഭീമാകാര രൂപിയായ ഒരു മഹാസർപ്പം, പൈഥോയുടെ ആത്മാവ്, ചരിത്രം അതാ പറയുന്നത്. ഗ്രീക്ക് കഥാപാത്രത്താൽ കൊല ചെയ്യപ്പെട്ട ഈ പൈഥോയുടെ ആത്മാവ്, അതിൻ്റെ പേരിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രത്യേക ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഈ പെരുമ്പാവിൻ്റെ ശക്തി വസിക്കുന്നു. അവിടെ പുരോഹിതകളായി സേവനമനുഷ്ഠിക്കുന്ന പ്രത്യേക സ്ത്രീകൾ ഭാവി ഫലം പ്രവചിക്കുന്നതിൽ പ്രസക്തരാണ്. ഇവരുടെ ഇടയിൽ നിന്നും യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയിൽ ഈ പൈഥോയുടെ ആത്മാവ്, ആ ദേശത്തെ അടക്കി വാഴുന്ന പരിശുദ്ധാത്മാവിന് വിപരീതമായി പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തി ഇറങ്ങി വന്നപ്പോൾ സാധാന്യ ശക്തിക്കൊരു കാര്യം മനസ്സിലായി. ഇവർ സാധാരണക്കാരല്ല. യൂറോപ്പിന്റെ മണ്ണിൽ കൊടി ഉയർത്തേണ്ടതിന് ദൈവം നിയോഗിച്ചയച്ച അഭിഷിക്തന്മാരാണ് ഈ വന്നിരിക്കുന്നത്. നടപടി എത്രയും വേഗം എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പ് തകരും. ഇന്നു രാത്രി അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാരെ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവനിയോഗത്തെ പൈശാചിക താവളം തിരിച്ചറിയുന്നുണ്ട് എന്ന് നീ ആത്മാവിൽ മനസ്സിലാക്കിയാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മീയ അഭിഷേകം കൊണ്ട് അവറ്റകളെ തകർക്കാനുള്ള ജയം ഇന്ന് രാത്രിയും നിനക്കായി സംഭവിക്കുന്നു. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തിയാർജിച്ച എഫേസോസ് പട്ടണത്തിൽ ഇരുന്ന് വാഴുന്ന അർത്തമീസ് മഹാദേവിയുടെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് തുറന്നോസിന്റെ പാഠശാലയിൽ ഉയർന്ന വചനത്തിന്റെ മുൻപിൽ 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം ആ മണ്ണിനെ അടക്കി വാണ അർത്തമീസിന്റെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം ജയമെടുത്തെങ്കിൽ നിന്റെ കരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വചനത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി ഒരു പട്ടണത്തെ അടക്കി വാഴുന്നത് പൈഥോയുടെ ശക്തിയാണെങ്കിലും നിന്റെ നാവിൽ നിന്ന് വ്യാപരിക്കുന്ന അധികാരത്താൽ അതിനെ ബന്ധിക്കാനുള്ള നിയോഗമുണ്ടെന്ന് തിരിച്ചറിയുന്ന അഭിഷിക്തന്മാർ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കൈ തൊടാതെ ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന രാത്രിയായിരിക്കും. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, ദൈവകരം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണുന്നതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുടെ നടുവിൽ ഞങ്ങൾ കാണുന്നതിനെ അല്ല, ഞങ്ങൾ കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഇന്ത്യയുടെ മേഖലയിൽ അടക്കി വാഴുന്ന ഇരുട്ടിന്റെ ശക്തികളോട് അധികാരത്തോടെ കൽപ്പിക്കാൻ അഭിഷേകത്തിന്റെ നിയോഗം പ്രാപിച്ച ചില പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ഇവിടെ ദൈവാലും അന്വേഷിക്കുകയാണ്. നീ കളിക്കളത്തിലല്ല, നീ പോർക്കളത്തിലാണ്. നിന്റെ പ്രതിയോഗി നിന്നേക്കാൾ പ്രബലനാണ്. എന്നാൽ നിനക്കെതിരെ നിൽക്കുന്ന ഈ പ്രതികൂല ശക്തിയെ ജയിക്കാൻ നിന്റെ മേൽ അഭിഷേകത്തിന് നിയോഗം വ്യാപരിക്കുന്നു. അവൾ പുറകെ വന്ന് ശാസിച്ചു കഴിഞ്ഞപ്പോൾ, അതേ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് അവളെ ശാസിക്കുകയാണ്. ഉടനെ അവൾ ചേഷ്ടകൾ കാട്ടി നിലത്ത് വീണുകൊണ്ട് അവളുടെ ദുരാത്മാവ് വിട്ടകലുകയാണ്. അധികം താമസിക്കാതെ ആ പട്ടണം ഇളകി മറിഞ്ഞിട്ട് അഭിഷിക്തന്മാരെ വസ്ത്രമുരിഞ്ഞ് കോലുകൊണ്ടടിപ്പിച്ച് കാരാഗ്രഹത്തിന്റെ ഉള്ളിലാക്കി റോമൻ കാരാഗ്രഹത്തിൽ കാലിട്ട് പൂട്ടി ബന്ധിച്ചിരിക്കുകയാണ്. നിലവിളിയുടെ രാത്രി, സഹിക്കാൻ കഴിയാത്ത ശോധന. അല്ല പൗലോസേ, ഇതാണോ ദൈവനിയോഗം? കോൽ കൊണ്ടടിച്ച് പുറം പൊട്ടിച്ച് കാൽപാദം ചതയത്തക്ക വിധത്തിലുള്ള റോമൻ കാൽ പ്രത്യേക ആ അഴിക്കകത്തേക്ക് കാൽ തിരികിച്ച് ആ രാത്രിയിൽ നിലവിളി ഉയരേണ്ട സമയം, ഇതാണോ ദൈവനിയോഗം? ഇതിനാണോ എന്നെ വിലക്കിയത്? ഈ രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് നേടിയ ചിലത് സഹിക്കാൻ കഴിയാത്ത കയ്പായി അനുഭവപ്പെട്ട് നിറകണ്ണുകളോടെ ഇവിടെ ഇരിക്കുന്ന സുഹൃത്തെ, നിന്നെ ചൂണ്ടി ദൈവാത്മാവ് പറയുന്നു, ആരും അനുഭവിക്കാത്ത ശോധന നീ അനുഭവിക്കുന്നെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് വിളിയുടെ കലപ്പയുടെ പിടിയിൽ മുറുക്കി പിടിക്കുമ്പോഴും മറ്റേ കൈ കൊണ്ട് കണ്ണുനീര് തുടയ്ക്കുന്നവരാണ് വിളിക്കപ്പെട്ട സകല അഭിഷിക്തന്മാർ.
ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു കൈ കൊണ്ട് വിളിയുടെ കലപ്പയുടെ പിടിയിൽ മുറുക്കി പിടിക്കുമ്പോഴും മറ്റേ കൈ കൊണ്ട് കണ്ണുനീര് തുടയ്ക്കുന്നവരാണ് വിളിക്കപ്പെട്ട സകല അഭിഷിക്തന്മാരും. എന്നാൽ നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം ഇന്ന് രാത്രി നിനക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിൽ ഈ ഗ്രൗണ്ടിൽ വിശ്വസിക്കുന്ന ചില വ്യക്തികളെ വിരൽ ചൂണ്ടി പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, കിരീടത്തിൻ്റെ പുറകിൽ ഒരു കുരിശുള്ളതുപോലെ, വാഗ്ദത്ത ദേശത്തിന്റെ പുറകിൽ ഒരു മരുഭൂമി ഉള്ളതുപോലെ, ജനനത്തിന്റെ പുറകിൽ ഒരു പ്രസവ വേദന ഉള്ളതുപോലെ നിന്റെ ജയത്തിന്റെ പുറകിൽ ഒരു പോരാട്ടമുണ്ട്. നിന്റെ ജയത്തിന്റെ പുറകിൽ ഇന്ന് നീ അനുഭവിക്കുന്ന പോരാട്ടം നിന്റെ നിയോഗം തകർന്നു എന്നതിന്റെ തെളിവല്ല. അധികം താമസിക്കാതെ ഈ കഷ്ടതയ്ക്കകത്തുകൂടെ ദൈവം നിന്നെ ഉരുക്കി വാർത്തിട്ട് ഇതുവരെ കാണാത്ത ഒരു ദൈവ പ്രവർത്തിക്കായി ആ പട്ടണത്തെ ഇളക്കി മറിക്കാൻ ഒരു വിശേഷ അഭിഷേകം നിന്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചില വ്യക്തികളുടെ ഹൃദയങ്ങളുടെ വേദനകളുടെ നടുവിൽ വിരൽ ചൂണ്ടി പറയുന്നു, നീ അനുഭവിക്കുന്ന മാറായുടെ മുൻപിൽ എൻ്റെ ദൈവം മധുരമാക്കാൻ ഒരു മരക്കൊമ്പ് കരുതി വെച്ചിട്ടുണ്ട്. അത് ദൈവഹിതത്തിന്റെ വിപരീതമല്ല. ഈ ശോധനയ്ക്കപ്പുറത്ത് മറ്റൊരധ്യായം നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ ശോധനയ്ക്ക് പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോധനയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ആ ശോധനയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ഇന്നത്തെ ശോധന എൻ്റെ ദൈവം എന്നെ കൈവിട്ടു എന്നതിൻ്റെ തെളിവല്ല. ഇത് ദൈവനിയോഗ പ്രകാരം എത്തിച്ചേർന്നതിൻ്റെ ഫലമാണ് എന്നതിൻ്റെ തെളിവല്ല. ഏൽപ്പിച്ച ദൂതനെ സംശയിക്കത്തക്ക വിധം നിന്റെ കഷ്ടതയുടെ ആഴം വർദ്ധിക്കുമ്പോൾ ഇതുവരെ കാണാത്ത ചില വാഗ്ദത്ത നിവർത്തികൾ നിന്റെ കുടുംബപാതയിൽ ദൈവം കരുതി വച്ചിരിക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന അഭിഷിക്തന്മാർ ഇന്ന് രാത്രി കണ്ണുയർത്തി നോക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ചൂണ്ടിക്കൊണ്ട് ഒരു ദൂത വിളിച്ചു പറയുന്നു, ആർക്കുമില്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ആർക്കുമില്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നിന്റെ കഷ്ടതയുടെ പുറകിൽ അക്കാരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ രാത്രിയിൽ എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ചലിച്ച ആ കരം. 3 ശവങ്ങൾ ഒരു വീട്ടിൽ നിറങ്ങിപ്പോയാൽ നാട്ടുകാർ ആ വീടിനെ കുറിച്ച് എന്ത് പറയും? മുടിഞ്ഞു, ഇനിയും തലപൊക്കില്ല. മംഗളോൻ, കില്ലിയോൻ, എലിമലേക്ക് 3 ശവങ്ങൾ ഇറങ്ങിപ്പോയ വീട്ടിൽ നിന്നും ഇനിയും ഒരിക്കലും തലപൊക്കില്ലെന്ന് എഴുതിത്തള്ളിയ കുടുംബത്തിൽ നിന്നും ഒരു രൂത്തിനെ രംഗത്ത് കൊണ്ടുവന്ന് അവളിനെ ബോവസിന്റെ ഭാര്യയാക്കി അവളെ മാറ്റി. അവളിലൂടെ ഒരു ശൽമോനെ രംഗത്ത് കൊണ്ടുവന്ന് അവളിലൂടെ ദാവീദിന്റെ വല്യപ്പച്ചനെ നൽകി. അവളിലൂടെ യേശുവിൻ്റെ വല്യപ്പനെ ഈ തലമുറയ്ക്ക് സംഭാവന ചെയ്ത ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ ഒരിക്കലും തല ഉയർത്തുകയില്ലെന്ന് വിധി എഴുതി തള്ളിയ ചില ദുരന്തങ്ങൾ അഭിമുഖീകരിച്ച നിന്റെ വീടിൻ്റെ പുറകിൽ നീ അറിയാത്ത നാഥൻ്റെ കരം ചലിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് നിന്റെ കുടുംബത്തിൻ്റെ ജീനിയോളജി മാറ്റി കുറിക്കാൻ കഴിവുള്ള ആ കരം ഇന്ന് രാത്രി ചലിക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചു പറയണം, എൻ്റെ ശോധനയുടെ പുറകിൽ ഞാൻ കരം ഈ രാത്രി കാണുന്നു. അതെന്നെ തകർക്കാനുള്ള പദ്ധതിയല്ല, അതെന്നെ വളർത്താനുള്ള ദൈവത്തിൻ്റെ നിയോഗമാണ്. കഥകളെല്ലാം തുറന്നു പോയതിന് ശേഷം ആരാധിക്കാൻ ആർക്കും കഴിയും. അർദ്ധരാത്രിയിൽ ആരാധന ഉയർന്നു കഴിഞ്ഞപ്പോൾ അടിത്തറ കുലുക്കാൻ ദൈവത്തിൻ്റെ കരം ചലിച്ചു. ലോകമേ, നീ കാരാഗ്രഹമുണ്ടാക്കും, എൻ്റെ ദാസന്മാരെ അതിനകത്ത് ബന്ധിക്കും. നീ ഉണ്ടാക്കിയ കാരാഗ്രഹത്തെ കുലുക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം.
ലോകമേ, നീ വാതിലുണ്ടാക്കും, അതിൽ എൻ്റെ ദാസന്മാരെ ബന്ധിക്കും. എന്നാൽ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിൻ്റെ താക്കോലുള്ളവൻ തൻ്റെ ദാസന്മാർക്ക് വേണ്ടി തുറക്കും. ലോകമേ, നീ ചങ്ങലയുണ്ടാക്കും, അതിൽ എൻ്റെ ദാസന്മാരെ ബന്ധിക്കും. എന്നാൽ എൻ്റെ ദാസന്മാർ ആരാധിക്കാൻ തുടങ്ങിയാൽ നീ ഉണ്ടാക്കിയ ചങ്ങലയെ അഴിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ ദൈവം. ഇന്നു രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, കാരാഗ്രഹത്തിനകത്ത് വേദനയിൽ ആരാധിക്കണമെങ്കിൽ ആരാധനയുടെ ഉറവ സാഹചര്യമല്ല, അതിൻ്റെ ഉറവ ഉയരത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ ആരാധിക്കാൻ ഏത് പുറജാതിക്കും കഴിയും. എന്നാൽ കാരാഗ്രഹത്തിന്റെ അകത്ത്, എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ, തടവറയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആരാധനയുടെ പ്രേരണ ഘടകം മാനുഷികമല്ല, അതിൻ്റെ ഉറവ ദൈവികമാണ്. ഉയരത്തിലെ ശക്തി അനുഭവിച്ചറിയുന്ന ഭക്തന്മാർ കാരാഗ്രഹത്തിൽ പാടുന്നു. കാരാഗ്രഹത്തിൽ പാടണമെങ്കിൽ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് സാഹചര്യങ്ങളെ ബന്ധിക്കാത്ത ആത്മാവായിരിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. അധികം താമസിക്കാതെ എൻ്റെ ദൈവത്തിൻ്റെ കരം ആ പട്ടണത്തെ പിടിച്ചു കുലുക്കി. ആ രാത്രി തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ച കാരാഗ്രഹ പ്രമാണി വിടുതലിലേക്ക് വരുന്നു. ആ പട്ടണം ഇളകുന്നു. എന്തിനേറെ, ഭരണാധികാരികളായി ചന്തസ്ഥലത്ത് കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ച നീചന്മാരായ അധികാരികൾ ഭൂകമ്പത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഭയപ്പെടുന്നു. ആ പട്ടണത്തിൽ സഭ ഉറയ്ക്കുന്നു. ഇതിൻ്റെ പുറകിൽ ചലിച്ചത് മനുഷ്യൻ്റെ കരമല്ല, എൻ്റെ ദൈവത്തിൻ്റെ കരമാണെങ്കിൽ നിന്റെ ശോധനയുടെ പുറകിൽ ദൈവാലോചനയെ സംശയിക്കരുത്. നീ കേട്ട ദൂതിന് മുൻപിലാണ് ചുവട് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ കയ്പിൻ്റെ പുറകിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു കവാടം എത്രയും വേഗം ദൈവാത്മാവ് പകരുന്നു. ഇന്ന് രാത്രി ഇവിടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ സാധാരണക്കാരനല്ല കേട്ടോ. നിന്റെ മേൽ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നെ വീണ്ടും ജനനത്തിലേക്ക് വരുത്താൻ നിന്റെ അകത്ത് വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കറിയാം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അങ്ങനെയെങ്കിൽ കല്ലറ കൊണ്ട് അവസാനിക്കുന്ന, അമ്മയുടെ ഉദരം കൊണ്ട് തുടങ്ങി കല്ലറ കൊണ്ട് അവസാനിക്കുന്ന ജഡജീവനാണ് ഈ മണ്ണിൽ പിറന്നപ്പോൾ എൻ്റെ മേൽ വ്യാപരിച്ചതെങ്കിൽ, കല്ലറയിൽ അവസാനിക്കാത്ത നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന ഉയരത്തിലെ ജീവനാൽ ഞാൻ നിറഞ്ഞത് കൊണ്ട് ഉദരത്തിൽ നിന്ന് ഈ മണ്ണിലേക്ക് പിറക്കാൻ എൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയല്ല, മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് പറക്കാൻ എൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാൽ ഞാൻ ബലപ്പെടുന്ന രംഗം അത് വീണ്ടും ജനനത്തിന്റെ രംഗമാണ്. അത് അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ദിവ്യ വ്യാപാരത്താലാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർന്നില്ല. എൻ്റെ ജഡപ്രകൃതിയെ എൻ്റെ സ്വന്തം സ്വഭാവം കൊണ്ട് ജയിപ്പാൻ എനിക്ക് കഴിയുകയില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണമായി എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേരുന്ന രാത്രി ഇവിടെയുണ്ട്? എത്ര പേരുന്ന രാത്രി ഇവിടെ തിരിച്ചറിയുന്നുണ്ട്? സ്തോത്രം. ഒരു മുദ്ര വയ്ക്കുന്നത് പോലെ നിങ്ങൾ ഇന്ന് രാത്രി കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന മുദ്രയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തപാൽ വകുപ്പിൻ്റെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഒരു കത്തുമായി ചെല്ലുമ്പോൾ മടക്കിയ വരിമ്പിലേക്ക് പല പ്രാവശ്യം സീൽ അടിക്കുമ്പോൾ വാക്കും ഭാഷണവും ഇല്ലാതെ ഒരു കാര്യം വ്യക്തമാണ്, രണ്ട് പേർക്ക് മാത്രമേ ഇതിന്മേൽ അവകാശമുള്ളൂ. ഒന്ന് അയക്കുന്ന വ്യക്തിക്കും മറ്റൊന്ന് സ്വീകരിക്കുന്ന വ്യക്തിക്കും. അങ്ങനെയാണെങ്കിൽ കാഹളത്തിന്റെ ശബ്ദത്തിങ്കൽ കല്ലറയെ ഭേദിച്ച് ഉയർപ്പിൻ പ്രഭാതത്തിൽ നിത്യതയിലെത്തുന്നത് വരെ ഈ മൺകൂടാരത്തിന്മേൽ ഒരിരുട്ടിന്റെ ശക്തികൾക്കും അവകാശമില്ലെന്ന് മനസ്സിലാക്കത്തക്ക വിധം എൻ്റെ ശത്രുവിനെ കാണാൻ കഴിയുന്ന ഒരാത്മമുദ്ര എൻ്റെ അകത്ത് പതിച്ചിരിക്കെ രണ്ട് പേർ തമ്മിലുള്ള ഇടപാടുകളുടെ ആദ്യത്തെ ഗഡു കൊടുക്കുമ്പോൾ കൂടാതെ പൂർണ്ണമായി സമ്പത്തു തന്ന് ഇടപാട് ഉറപ്പിച്ചു കൊള്ളാം എന്ന് രണ്ട് പേർ തമ്മിൽ സമ്മതിക്കുന്നത് പോലെ ആചാരമായ ദൈവാത്മാവ് എൻ്റെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് പുനരുത്ഥാന ദിവസത്തിൽ ഒരു ദിവസം ബലത്തോടെ എന്നെ അവിടെ നിർത്തിക്കൊള്ളാം എനിക്ക് ഉറപ്പ് തരുന്ന ശക്തനായ ദൈവത്തിന്റെ ആത്മാവ് തീർന്നില്ല. കാഹളത്തിന്റെ ധ്വനിയിങ്കൽ കല്ലറയിൽ നിന്നെ ഉയർപ്പിക്കാൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നിന്നോട് വ്യക്തിപരമായ നിയോഗം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കുഞ്ഞേ, ഇതുവരെ കടന്നുപോയ പാതകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദൈവ നിയോഗത്തിന്റെ ശബ്ദത്തിനായി നിന്റെ ജീവിതത്തെ നീ തുറന്നേൽപ്പിക്കുമെങ്കിൽ ഈ രാത്രി
രാത്രി വരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ മേൽ സംഭവിക്കേണ്ടതിന് ആ കരം നിനക്കായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘം പോലെ മൂടുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കളുടെ ആരാധനയ്ക്ക് നടുവിൽ ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടത് പറയട്ടെ, ദൈവഹിതത്തിന് പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞുകൊണ്ടാണ് നിന്റെ യാത്രയെങ്കിൽ അധിക നാൾ മുൻപോട്ട് നീങ്ങാൻ കഴിയാത്ത വിധത്തിൽ കൈപ്പോടെ കരയുന്ന ചില കറുത്ത ദിവസങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു എന്ന് ആത്മനിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. എന്നാൽ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്ന ഒരാൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? സഹിക്കാൻ കഴിയാത്തതാണ് നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിലും എൻ്റെ ദൈവം തക്ക സമയത്ത് അവിടെ വിടുതലിന്റെ വാതിൽ തുറക്കുമെന്ന് ദൈവാത്മാവ് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ദാവീദിന്റെ മേൽ അഭിഷേകം മാറി ഒഴുകിയപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ അതിൻ്റെ പേരിൽ വൈരാഗ്യ ബുദ്ധിയോടെ ദാവീദിനെ തകർത്ത് കളയാൻ പദ്ധതികൾ ഒരുക്കിയെങ്കിലും അധികം താമസിക്കാതെ ശൗലിന്റെ ജീവൻ എടുത്തുകൊണ്ട് ദാവീദിനെ ദൈവം സിംഹാസനത്തിൽ ഉറപ്പിച്ചതുപോലെ ദൈവം നിനക്ക് നൽകിയ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ അപ്രമാദിത്വമുള്ളവനാണ്, എന്നെ വിരൽ ചൂണ്ടി വിമർശിക്കാൻ, തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവശബ്ദത്തിന് പുറം തിരിഞ്ഞു നിന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിന്റെ കൂട്ടത്തിലുള്ള ഒരു ഇളയ സഹോദരന്റെ മേൽ മാറി ഒഴുകുമ്പോൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ നീ എത്ര പരിശ്രമിച്ചാലും ദൈവനിയോഗം തിരിച്ചറിയാൻ നീ സമയമെടുത്തില്ലെങ്കിൽ നിന്റെ ജീവനെ തൊടത്തക്ക വിധം ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട് എന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, അടുത്ത ശ്വാസം എനിക്ക് എടുക്കുന്നതിന് മുൻപ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എനിക്ക് തിരിച്ചറിയണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥനാ നിരതരാകട്ടെ. ഒരു വാ പോലും ഇന്ന് രാത്രി അടഞ്ഞിരിക്കരുത്, ഒരധരം പോലും ഇന്ന് രാത്രിയുടെ പൂട്ടിയിരിക്കരുത്. അടുത്ത ശ്വാസം എനിക്ക് എടുക്കുന്നതിന് മുൻപ് എനിക്ക് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അറിയണം. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഒരു സാധാരണക്കാരനായിട്ടല്ല ഈ രാത്രി ഇവിടെ ഇരിക്കുന്നത്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന സ്വയാത്മാവല്ല, യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നിന്റെ മനുഷ്യരീരത്തിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അധികം മുൻപോട്ട് പോകുന്നതിന് മുൻപ് കൈപ്പോടെ കരയേണ്ട ചില കറുത്ത ദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന് മുൻപ് ഇന്ന് രാത്രി കർത്താവേ, നിന്റെ ഹിതം അറിയണം എനിക്ക്. അടുത്ത ചുവട് വയ്ക്കുന്നതിന് മുൻപ് എൻ്റെ ജഡത്തിന്റെ കൊതി എനിക്ക് വേണ്ട, എൻ്റെ ദൈവത്തിന്റെ ഹിതം എനിക്കറിയണം എന്ന് തിരിച്ചറിവോടെ പ്രാർത്ഥിക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ടവർ, ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കാതെ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഞാൻ ഈ രാത്രി ആത്മനിയോഗത്തിൽ ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവത്തിൻ്റെ നിയോഗം വ്യക്തമായി ജീവിതത്തിൽ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് ആലോചന നൽകിയിട്ടും ചെവിയെ തടിപ്പിച്ചുകൊണ്ട് പാപത്താൽ ഹൃദയത്തെ കുരുടാക്കിക്കൊണ്ട് ദൈവഹിതം പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ നിയോഗത്തെ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ മാനസാന്തരപ്പെടേണ്ടതിന് ദൈവം തന്നിരിക്കുന്ന ഒടുവിലത്തെ അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാത്രി കൈപ്പോടെ കരഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴാൻ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി പോകുന്നതിന് മുൻപ് നിന്റെ മേൽ എഴുതി വച്ചിരിക്കുന്ന ഇരുട്ടിന്റെ വിധികളെ ഒഴിച്ചു മാറ്റി ഒരു പുതിയ അധ്യായം നിന്റെ മേൽ പകരാൻ യേശുവിന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വാ തുറന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് എന്നെ കുറിച്ച് അവിടുന്ന് അരുളി ചെയ്ത ഹിതം അറിഞ്ഞേ ഈ രാത്രി എഴുന്നേൽക്കാൻ കഴിയുകയുള്ളൂ. ഒരു ബാങ്ക് മാനേജറായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞ് ഭാര്യയുമായിട്ട് ഒരുമിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. സന്ധ്യയ്ക്ക് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം 2 വയസ്സുള്ള കുഞ്ഞ് ഡൈനിങ് ടേബിളിൽ നിന്ന് താഴേക്ക് വീണ് നെറ്റിയടിച്ച് തൽക്ഷണം മരിക്കുന്നു. ശവത്തിൽ കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞ ഈ പ്രിയപ്പെട്ടവർ അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടവും ശവമടക്കും ഒക്കെ വഴിയാമണം കഴിയുന്നു. ഒടുവിൽ ശവസംസ്കാരം കഴിഞ്ഞ് സെമിറ്ററിയിൽ നിന്ന് വന്ന വണ്ടിയിൽ അതിവേഗം വീടിൻ്റെ മുൻപിലേക്ക് വന്ന് ഒരു സുഹൃത്ത് നോക്കി നിൽക്കുമ്പോൾ ഈ സഹോദരൻ കതകങ്ങോട്ട് വലിച്ചു തുറന്ന് അകത്തോട്ട് കയറി. മുറിയുടെ കതക്, ബെഡ്റൂമിന്റെ കതക് വലിച്ചു തുറന്നിട്ട് നിലത്തേക്ക് കവിണ് വീണുകൊണ്ട് ഇങ്ങനെ ചങ്കുപൊട്ടുന്ന ശബ്ദത്തോടെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്നോട് ചെയ്തതെന്ത്? എൻ്റെ ഏക പൈതലിനെ രണ്ടാമതൊരു കുഞ്ഞുകൂടെ ജന്മം കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിൽ എന്നിൽ നീ അടർത്തി മാറ്റിയതെന്ത്? ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്ന കർത്തൃദാസ, ആത്മനിറവ് പ്രാപിച്ച അഭിഷിക്ത,
പരിശുദ്ധാത്മ നിയോഗത്തോടെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ആലോചന നിനക്ക് നേരെ ഞാൻ വിളിച്ചു പറയുന്നു. ദൈവഹിതത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് കടിഞ്ഞാണ് പൊട്ടി ഒരു കാട്ടുകുതിരയെപ്പോലെ മോഹങ്ങളുടെ വഴിക്കാണ് യാത്രയെങ്കിൽ അധികം താമസിക്കാതെ കൈപ്പോടെ കരയുന്ന ചില കറുത്ത ദിനങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ ബ്ലഡ് മാർക്കായി വരാൻ തുടങ്ങുന്നത് ഇന്ന് രാത്രി കണ്ടുകൊണ്ട് അടുത്ത ശ്വാസം വിടും മുൻപ് എനിക്കറിയണം എന്നെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പ്രാർത്ഥിക്കൂ. അലറിക്കരയുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി. ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്നം കാണുന്നു. ആ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. ആ സ്വപ്നത്തിൽ യേശുവിൻ്റെ ആളത്വം താൻ നേരിട്ട് കണ്ടു. ഒരു കൊച്ചു വീട്ടു പ്രാർത്ഥന, ലോക്കൽ സഭയുടെ യോഗമാണ്. ആ യോഗത്തിൽ വെച്ച് 16-ാമത്തെ വയസ്സിൽ ഒരു മിഷനറിയാകാൻ അദ്ദേഹം തന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. എന്തിനേറെ കാലം മുൻപോട്ട് നീങ്ങുന്നു. തീരുമാനം പിൻകാൽ കൊണ്ട് ചവിട്ടിയെറിയുന്നു. ഒടുവിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി വിവാഹാലോചന വരുന്നു. ക്രമേണ അവനും ഒരു ബാങ്ക് ജീവനക്കാരനായി മാറുന്നു. കാലം മുൻപോട്ട് പോയി. ദൈവാത്മാവ് പലവട്ടം തട്ടി നീക്കി, എൻ്റെ ഹിതത്തിലേക്ക് മടങ്ങി വരിക, എൻ്റെ ഹിതത്തിലേക്ക് മടങ്ങി വരിക. കർത്താവ് പറഞ്ഞു, മോനെ, അവിടെയെല്ലാം ഞാൻ നിന്നെ വിളിച്ചില്ലേ? ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ ചില പരിശോധനകളെ മുൻപിൽ നിർത്തിക്കൊണ്ട് വഴികൾ അടച്ചു നിന്നെ വിളിച്ചപ്പോഴും അവിടെയും എൻ്റെ കരം നീ തട്ടിമാറ്റി. ഇപ്പോൾ നിന്റെ ഏറ്റവും വിലയേറിയതിനെ ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എൻ്റെ ഹിതത്തിനായി ഞാൻ നിന്നെ വിളിക്കുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദം ഈ പുൾപിറ്റിന് മുൻപിൽ മുഴങ്ങുമ്പോൾ എനിക്ക് ഏൽപ്പിച്ച ദൈവാത്മാവിൻ്റെ നിയോഗത്തിലെ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവഹിതം തിരിച്ചറിയാത്ത യാത്ര അപകടത്തിലേക്കുള്ള യാത്രയാണ്. നയതന്ത്ര മാർഗത്തിലൂടെ അധികം നാൾ നിൽക്കാൻ കഴിയില്ല. ഇതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് നീ തന്ത്രം ഉപയോഗിച്ചിട്ട് പറയുന്നത് ദൈവഹിതമല്ല, അതൊരു പുകഴ്ത്തൽ വാക്ക് മാത്രമാണ്. എന്നാൽ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഒരു ചെവി കൊണ്ട് നാഥന്റെ ശിരസ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നീ സാധാരണക്കാരനായിരിക്കയില്ല. ഇവിടെ മുഴങ്ങുന്ന ദൈവശബ്ദത്തിന്മേൽ നീ കവിണ് വീഴും. ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന സാധാരണ നിലയിലേക്കല്ല, അസാധാരണമായ ആത്മനിയോഗത്തിലേക്കാണ്. നിന്റെ നാവിൽ വ്യാപരിക്കുന്ന അന്യഭാഷ കൊണ്ട് നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ അഴിച്ചു മാറ്റുക മാത്രമല്ല, നിനക്ക് കൈ തൊടാൻ കഴിയാത്ത അകലത്തിൽ ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന ചിലതിനെ ബന്ധിക്കാൻ ദൈവാത്മാവ് പ്രത്യേക അഭിഷേകത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന നിന്നെ നടത്തുന്ന രാത്രിയാണ്. അത് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഈ രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വെട്ടിപ്പുറങ്കാരി മറിയാമ്മ എന്നൊരു സഹോദരി ഈ ഗ്രൗണ്ടിൽ ലൂയിസ് എന്ന ഒരു മറാഠിക്കാരി ആന്റിയോട് അത് മറാഠി ഭാഷയിൽ അന്യഭാഷ പറഞ്ഞത് ഈ ഗ്രൗണ്ടിൽ നടന്നതാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവിനെ കൊണ്ട് നിന്റെ ഉള്ളറകളോട് ഇടപെടത്തക്ക വിധം നിന്റെ പ്രാർത്ഥനയെ വഴിതിരിച്ചു വിട്ട് ഈ രാത്രി വരെ കണ്ടിട്ടില്ലാത്ത ഒരു നിയോഗം നിനക്ക് തരാൻ ദൈവാത്മാവ് ഇടപെടുന്ന രാത്രിയാണ്. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന വ്യക്തികൾ ശബ്ദമുയർത്തി ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കൈവച്ച് തലയിൽ കൈവച്ച് ആലോചന പറയുന്നത് പോലെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളിൽ ചില വ്യക്തികളോട് കൈവച്ച് ദൈവത്തിന്റെ ആലോചന പറയുന്നു. അമ്മേ, നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന് നേരെ ശത്രു കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ബന്ധിക്കാൻ കഴിവുള്ള അഭിഷേകമാണ് നിന്റെ മേൽ ഈ രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ തലമുറയെ അഭിമുഖീകരിക്കാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളുടെ മുൻപിൽ നിന്റെ നാവിൽ വ്യാപരിക്കുന്ന ആത്മീയ അധികാരം കൊണ്ട് അവറ്റകളെ ബന്ധിക്കാനുള്ള നിയോഗം ഈ രാത്രി ദൈവാത്മാവ് നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഈ രാത്രി യോഗത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു രോഗിയെ സൗഖ്യമാക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥന ഉയരുന്നതിനേക്കാൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നാവിൽ ഉയരുന്ന അഭിഷേകത്തിന്റെ അധികാരത്താൽ ചിലതിനെ ദൈവാത്മാവ് ശാസിക്കുന്ന രാത്രിയായിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. കരിമൂർഖൻ കടിച്ച റാഹേൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന കെ.ഇ. അബ്രഹാം അവറുകൾ തൻ്റെ അനുഭവക്കുറിപ്പിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: റാഹേൽ അമ്മയുടെ കരം എൻ്റെ കൈകളിൽ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു. സാറേ, വല്ല ഭൂതവുമാണെങ്കിൽ
പോയിരുന്നുവെങ്കിൽ പോയേനെ, ഇത് കരിമൂർഖനാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ തന്റെ ദാസൻ ഇങ്ങനെ എഴുതുകയാണ്: എന്റെ നാവിൽ വ്യാപരിക്കുന്ന അന്യഭാഷ കൊണ്ട് റാഹേലമ്മയുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വിഷത്തെ എന്റെ ദൈവത്തിന്റെ ശക്തി ശാസിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ ആരംഭിച്ച പെന്തക്കോസ്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ഈ ദൈവസഭയ്ക്കകത്ത് ഇന്ന് രാത്രി വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചില നിയോഗങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ഇവിടെ തൊടുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഏതൊരു വ്യക്തിയേക്കാൾ എനിക്ക് ദൈവത്തിന്റെ നിയോഗം അറിയണം, എനിക്ക് ദൈവത്തിന്റെ നിയോഗം അറിയണം. കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഇതുവരെ കാണാത്ത ദൈവകൃപയുടെ മേഘം നിഴൽ പോലെ നിന്റെ ശരീരത്തിന്മേൽ ഈ രാത്രി ആത്മാവിൽ നിഴൽ വിരിക്കുന്നു. ചിലതിനെ ശാസിക്കാൻ, ചിലതിനെ ബന്ധിക്കാൻ, ചിലതിന്മേൽ അധികാരം നടത്താൻ നിന്റെ മേൽ ദൈവാത്മാവ് രാത്രി നിയോഗം നൽകുകയാണ്. നാളെ നടത്താൻ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന കണികൾ നിന്റെ നാവിൻ തുമ്പിൽ വ്യാപരിക്കുന്ന ആത്മിക അധികാരത്താൽ ദൈവം ഇന്ന് രാത്രി വെട്ടിമാറ്റുന്ന രാത്രിയാണ്. പ്രവചന മേഖലകളിലേക്ക് ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ദൈവാത്മാവ് കൈപിടിച്ച് നടത്തുകയാണ്. ചില ഈ രാത്രിയിൽ ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ കൊണ്ട് ചിലതിനെ കണ്ട് ശാസിക്കത്തക്ക നിയോഗം ചില വ്യക്തികളുടെ മേൽ ദൈവാത്മാവ് പകരുകയാണ്. ഇന്ത്യ അടക്കി വാഴുന്ന ഇരുട്ടിന്റെ ശക്തികളെ ബന്ധിക്കാൻ ദൈവാത്മാവ് രാത്രി നിന്റെ മേൽ ഒരു ആത്മനിയോഗം പകരുകയാണ്. ഒരു സാധാരണക്കാരനായി ഈ കുമ്പനാട് ജനറൽ കൺവെൻഷൻ ഗ്രൗണ്ട് കഴിഞ്ഞ് നീ മടങ്ങിപ്പോകാൻ ഇടയാകുകയില്ല. ഇതുവരെ പകരാത്ത ഒരു ദൈവ നിയോഗം നിന്റെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമോ? കർത്താവേ, എനിക്കിന്ന് രാത്രി അറിയണം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന. ഈ ഗ്രൗണ്ടിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവാത്മാവ് ചലിക്കുകയാണ്. ചില വ്യക്തികളുടെ ഉള്ളറകളോട് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില അനർത്ഥങ്ങളുടെ മുൻപിൽ ദൈവാത്മാവ് കാര്യങ്ങളെ തടയുകയാണ്. ചില തീരുമാനങ്ങളിലേക്ക് ചില വ്യക്തികളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇവിടെ വരുത്തുകയാണ്. ചില പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പണിതെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മുഴങ്ങുന്ന ദൈവാലോചന ചില വ്യക്തികളുടെ കാതുകളിൽ ഈ രാത്രി ദൈവാത്മാവ് നൽകുകയാണ്. ഈ രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് നീ കടന്നു പോകും മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ ശബ്ദം നിന്റെ കാതിൽ മുഴങ്ങുകയാണ്. അംദൽ ഘടകന ദിഗൽ ഘടക രൗദര ദിഗൽ ഘടക രാധികന യാരകൾ ഘടകരാ ദിഗനയാരക. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ് ഇന്നു രാത്രി ആരാധിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, സെഹിയോൻ മാളിക മുറിയിൽ കൊടുമുഴക്കത്തോടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നിന്റെ ശരീരത്തിന്മേൽ ആവസിക്കുമ്പോൾ, ഗ്ലോറി സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരുന്ന മുടന്തന്റെ മേൽ വ്യാപരിച്ച ആ രോഗശാന്തിയുടെ ശക്തി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹേറോദേസിനെ അടിച്ച് കൃമിക്കിരയാക്കാൻ പ്രാണനെ വിടത്തക്ക വിധം ആ മണ്ണിനെ നിയന്ത്രിച്ച ദൈവാത്മാവ് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, രാത്രി എനിക്കറിയണം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്നാഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നീ വെറുതെ ഇവിടെ എത്തിയതല്ല. കേവലം ആളുകളെ പുകഴ്ത്തുന്ന ദൂതല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ പറയുന്നത്. എൻ്റെ ഉള്ളിൽ ശക്തമായി ദൈവാത്മാവ് തരുന്ന നിയോഗം ഞാൻ വിളിച്ചു പറയുന്നു. ദൈവഹിതമനുസരിക്കാതെ ജഡത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് നയതന്ത്ര മാർഗങ്ങളിലൂടെ നിൽക്കാൻ ശ്രമിച്ചാൽ കുഞ്ഞേ വിജയമല്ല. കൈപ്പോടെ കരയുന്ന ചില കറുത്ത ദിവസങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ഏറ്റവും വലുത് ദൈവഹിതമറിയണം എന്ന് കൊതിക്കുന്ന സഹോദരങ്ങൾ അക്കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്റ്റോപ്പ്! ഓടിച്ചു പോകുന്ന വാഹനത്തിനു മുൻപിൽ റെഡ് സിഗ്നൽ തെളിയുമ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്യുന്നത് പോലെ ഈ ജനറൽ കൺവെൻഷന്റെ ബുധനാഴ്ച രാത്രിയിൽ തീയുടെ നടുവിൽ മുഴങ്ങുന്നു. നിൽക്കുക, വഴി തിരിച്ചുവിടുക, അനർത്ഥം നിന്നെ കാത്തിരിക്കുന്നു. ഹംദൽ ഘടകന ദിഗൽ ഘടക രാധികന എൽ ഘടക രൗദര ദിഗനയാരക. കാറ്റു വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യണമോ അതോ ദൈവഹിതത്തിനായി ഉരുകിത്തീരണമോ? ഈ രാത്രിയെ കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചാട്ടെ. ഒരു നിമിഷം ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമോ? കർത്താവേ,
ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാൻ ഫിലിപ്പോസിനെ നിയോഗിച്ച ദൈവാത്മാവ്, തേരിനോട് ചേർന്ന് നടക്കുവാൻ അന്ധക്കരണത്തിൽ മുഴങ്ങിയ ദൈവാത്മാവ്, ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് വിലക്കിയ ദൈവാത്മാവ്, ബിഥുന്യയ്ക്ക് പോകാൻ സമ്മതിക്കാഞ്ഞ ദൈവാത്മാവ്, ഇന്ന് രാത്രിയിൽ എനിക്കറിയണം എന്നെ കുറിച്ചുള്ള ദൈവശബ്ദം. ഈ രാത്രി ഈ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് പറയുന്ന പ്രിയപ്പെട്ട വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഈ രാത്രിയിൽ ഒരു ഭംഗി വാക്കിന് പറയുകയല്ല. എൻ്റെ ഗുരുക്കന്മാരിരിക്കുന്ന വേദിയിൽ ഭയത്തോടെ തീയുടെ മുൻപിൽ മോശ നിന്നപ്പോൾ ഭയപ്പെട്ടു മുഖം മൂടിയതുപോലെ വിറച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവഹിതത്തിന് ചുവട് വയ്ക്കൂ, അനർത്ഥം ഒഴിവാക്കൂ. ആ ഉയർത്തിയ കരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഹംദൽ ഘടകനാദികൾക്ക് ഇതുവരെ പകരാത്ത ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ ശരീരത്തിന് വേണ്ടി രാത്രി ദൈവാത്മ പകരുകയാണ്. മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പുകൾ മുറിഞ്ഞു പോകാം, ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ മുറിഞ്ഞു വീഴാം, ഇടയിൽ നിന്ന് ആടുകൾ വഴിതെറ്റിപ്പോകാം. എന്നാൽ കരങ്ങൾ നാഥന്റെ കൈകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, ആ കരം നിന്നെ പിടിച്ചാൽ ആ കരത്തെ വിഭജിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെങ്കിൽ, ഇന്ന് രാത്രി കൈപ്പോടെ കരഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ കുറിച്ചുള്ള ദൈവഹിതം അറിയണം എന്ന് കൊതിക്കുന്ന സഹോദരങ്ങൾ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഉയർന്നു നിൽക്കുന്ന ഈ കരങ്ങളുടെ മേൽ തങ്ങളെ കുറിച്ചുള്ള ദൈവനിയോഗം തിരിച്ചറിയുവാൻ കണ്ണുകൾ തുറന്ന ഈ രാത്രി ഈ കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങിപ്പിടിക്കട്ടെ. ഒരു പുത്തൻ അധ്യായം ഈ കരങ്ങൾക്കായി രാത്രി തുറന്നു വയ്ക്കട്ടെ. ഈ രാത്രി ഈ സന്ദേശം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തനായ ദൈവാത്മാവ് ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കരങ്ങൾ താഴ്ത്ത. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇന്ദിരാഗാന്ധി ചോരയിൽ കുളിച്ചു മരിച്ചു, രാജീവ് ഗാന്ധി ചോരയിൽ കുളിച്ചു മരിച്ചു, മഹാത്മാഗാന്ധി ചോരയിൽ കുളിച്ചു മരിച്ചു, എബ്രഹാം ലിങ്കൻ ചോരയിൽ കുളിച്ചു മരിച്ചു, കെന്നഡി രക്തത്തിൽ കുളിച്ചു മരിച്ചു. ഈ മരണമൊന്നും ഞങ്ങൾ പ്രസംഗിക്കാതെ യേശുവിന്റെ ക്രൂശ് മാത്രം ഞങ്ങളുടെ പ്രസംഗത്തിന്റെ കേന്ദ്ര ബിന്ദുവാകാൻ കാര്യമെന്നറിയാമോ? ഇന്ന് രാത്രി കടുങ്കട്ട് വീണൊരു വിഷയവുമായി നീ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ ഇന്ന് രാത്രി കഴുകിയെടുക്കാൻ കഴിവുള്ള യേശുവിന്റെ രക്തം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്റെ 10,000 പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരം കാൽവറിയിൽ ഉയർന്ന ക്രിസ്തുവാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അത് നിന്റെ ഹൃദയത്തിലാക്കാൻ ദൈവാത്മാവ് ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ കരങ്ങൾ താഴ്ത്തിയിട്ട് ഒരു നിമിഷം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് രാത്രി ഈ കേട്ട ദൂതിന് മുൻപിൽ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഹൃദയത്തിന്റെ അൾത്താരയിലേക്ക് ഏറ്റെടുക്കാൻ കത്തിച്ചു വെച്ച സ്ഥാനത്ത് എരിഞ്ഞമരുന്നൊരു മെഴുകുതിരി പോലെ യേശുവിന് വേണ്ടി എരിഞ്ഞമരാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് ആഗ്രഹിക്കുന്നവർ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഈ രാത്രി പറഞ്ഞ വാക്കുകൾ തിരിച്ചറിഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ യേശുവിനെ ഞാൻ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയിട്ടില്ല. ഇന്ന് രാത്രിയിൽ കേട്ട ഈ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ യേശുവിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ കരം ഈ രാത്രി ചലിച്ചുയരുന്നു. ആ കരം നിന്നെ തൊടാൻ ഈ രാത്രി ആഗ്രഹിക്കുന്നു. ആ കരങ്ങളെ, ഉയർത്തിയ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി ഞാനൊരു ചോദ്യത്തോടെ ഇവിടെ എത്തി. ഒരു ദൈവിക വിടുതലിനായി ഞാൻ കൊതിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ചോദ്യത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നേ മതിയാകുള്ളൂ എന്നാഗ്രഹിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളിൽ കത്തുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നീ വലത് കരം ഉയർത്തിപ്പിടിക്കൂ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിലെ കരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം വ്യാപരിക്കട്ടെ. ഈ രാത്രി അഭിഷിക്തന്മാരെ, കൃപ ലഭിച്ച ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ പാടാൻ തുടങ്ങുകയാണ്. ഈ പാട്ട് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി ഇവിടെ അഴിഞ്ഞു മാറണം. പരിശുദ്ധാത്മാവ് രാത്രി യോഗത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കണം. ആത്മാവിൽ നമുക്ക് കണ്ണുകൾ ഉയർത്താം. ഏറ്റവും പ്രധാനമായി മറക്കരുത്, അന്ധക്കരണത്തിലിരുന്നു കൊണ്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. കൈപ്പോടെ കരയുന്ന ദിനങ്ങൾ വരും മുൻപ് ദൈവഹിതം തിരിച്ചറിയുക. ഈ സന്ദേശത്തിന് എനിക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
വന്നിടുന്നേ ഞാനിന്നു മോളമാ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോളമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ സ്വർഗീയ പിതാവേ നിത്യവിധം സ്വർഗത്തിലെ പോലെ ഭൂമിയാക്കണേ സ്വർഗീയ പിതാവേ നിത്യവിധം സ്വർഗത്തിലെ പോലെ ഭൂമിയാക്കണേ ജീവിതം ചെയ്തോളാം ക്രിസ്തുവിനെ പോലെ ജീവിതം ചെയ്തോളാം ക്രിസ്തുവിനെ പോലെ ഇന്നു ഞാൻ വരുന്നേ ജീവിതം ചെയ്യുവാൻ ഇന്നു ഞാൻ വരുന്നേ ജീവിതം ചെയ്യുവാൻ എന്റെ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോളമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ നന്മയും പൂർണ്ണപ്രസാദവുമുള്ള മുഖിലമെന്നു ഞാനറിയുവോ നന്മയും പൂർണ്ണപ്രസാദവുമുള്ള ഞാനറിയുവോ മനം പുതുക്കി മാറുന്നേ നിത്യം മനം പുതുക്കി മാറുന്നേ നിത്യം നിത്യമാണ് നീതി ലോകലാവണ്യം നിത്യമാണ് നീതി ലോകലാവണ്യം ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോളമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ഓ ഞാനവനുള്ള കൈയിലിരിക്കയാ ആരില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഞാനവനുള്ള കൈയിലിരിക്കയാ ആരില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഇന്നെനിക്ക് വന്നു നേരിടുന്നതല്ല ഇന്നെനിക്ക് വന്നു നേരിടുന്നതല്ല സംഗീതമാണെന്നു ഞാനറിയുന്നു സംഗീതമാണെന്നു ഞാനറിയുന്നു ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോളമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ യേശുക്രിസ്തുവിൻ ശരീരയാകത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനാകുന്നു യേശുക്രിസ്തുവിൻ ശരീരയാകത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനാകുന്നു ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകനേ പ്രിയ പൂർണ്ണ സഹിഷ്ണുത ഏകനേ പ്രിയ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോളമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ആരും അറിയാത്ത ശ്രേഷ്ഠഭോജനം ഞാൻ കുറിച്ചു നിത്യം ജീവിച്ചിടുന്നു ആരും അറിയാത്ത ശ്രേഷ്ഠഭോജനം ഞാൻ കുറിച്ചു നിത്യം ജീവിച്ചിടുന്നു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു എന്റെ രക്ഷകന്റെ ഹല്ലേലൂയ വേദനയ്ക്കും എന്റെ ആഹാരം എന്റെ ആഹാരം എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോളമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ
എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ. എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ. എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ കാലിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ കാലിഷ്ടമെങ്കിൽ സംഗീതമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ. സംഗീതമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ അങ്ങേയുണ്ടേ. ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ നിന്നിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയാകണേ. സ്വർഗീയ പിതാവേ നിന്നിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയാകണേ. ജീവിതം ചെയ്തോളാം ക്രിസ്തുവിനെ പോലെ, ജീവിതം ചെയ്തോളാം ക്രിസ്തുവിനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ ജീവിതം ചെയ്യാം. ഇന്നു ഞാൻ വരുന്നേ ജീവിതം ചെയ്യാം. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ അങ്ങേയുണ്ടേ. ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം ഒന്നും പൂർണ്ണമാക്കണേ. അങ്ങേ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ അങ്ങേയുണ്ടേ. ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. അങ്ങേ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ അങ്ങേയുണ്ടേ. ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. അങ്ങേ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ അങ്ങേയുണ്ടേ. ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. അങ്ങേ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ അങ്ങേയുണ്ടേ. ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. അങ്ങേ ഇഷ്ടം ഒന്നും കേൾക്കറിയണേ. അങ്ങേ ഇഷ്ടം എന്നെ Viva la